അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണ ഹോട്ടലിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. എന്റെ ഓരോ ഗേൾ ഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ബൈഹാത്താ. ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും. പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ. ഞങ്ങള് കൂട്ടുകാരെ പോലെ. നല്ല അപ്പച്ചൻ. അപ്പച്ചനായിരിക്കും. ആ എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ? അതൊക്കെ ഞാൻ വെറുതെ ലേറ്റ് ആയിത്തു. എന്താടാ പറഞ്ഞേ? കന്നഡയാ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞേ. ഈ പച്ച ആര്? കൊച്ചുകുറുപ്പ്. കൊച്ചൂർപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ. പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു. ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട സന്തോഷം. പിന്നെ ഞാനില്ലാത്തന്റെ കുറവൊന്നും ഉണ്ടായില്ലല്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ? ഇവൻ വന്ന പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. എന്റെ സുഭാഷ് ചന്ദ്രബോസിന് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:45 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളിയും. ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്ക് എന്റെ മേഴ്സിയിൽ അത് വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വ. മേഴ്സി എന്ന് വെച്ച എന്താ അർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ? ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണാന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കെ, ഇനി എങ്ങനെ വിളിക്കൂ? വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ. ഒരു ഗുണവും ബാക്കിയുള്ളവനൊന്ന് കൊത്താനും സമ്മതിക്കും. ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല. അപ്പച്ചെന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാനാ അമേരിക്കയിലെ തന്തയും തള്ള എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരിടയ്ക്ക് ഞാൻ ആ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെ ഞാൻ ഇതൊക്കെ അറിഞ്ഞാ. എന്റെ കാര്യം അതിലും പ്രശ്നമാണോ? വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. എടാ, എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല. അച്ഛനിപ്പ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും.